ഹാപ്ലെസ്, ഹരാങ്, ടൈറേഡ്, ടെർമഗൻറ്റ്. ഈ വേർഡ്സ് കേട്ട് പരിചയമുണ്ടോ? ഇത് CGL 2023 ചോദിച്ച സിനണിംസ് ആണ്. ഹായ്, ഡോട്ട്സ് അക്കാഡമിയിലെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 20 ക്വസ്റ്റ്യൻസ് ഓൺ സിനണിംസ് ആണ്. പക്ഷേ 20-ലധികം വേർഡ്സ് നിങ്ങൾ പരിചയപ്പെടും. വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. ഇത് ലാസ്റ്റ് സെഷനാണ്. ഇതോടെ നമ്മൾ സിനണിംസിൻ്റെ ഡിസ്കഷൻ പൂർത്തിയാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? സെലക്ട് ദി അപ്രോപ്രിയേറ്റ് സിനണിം ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. സോ അണ്ടർലൈൻഡ് വേർഡിൻ്റെ സിനണിം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ഇത് വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ നേരെ വേർഡിലേക്ക് കടക്കുന്നു. ദാറ്റ് ഈസ് ഡെവസ്റ്റേറ്റിംഗ്. സോ ഡെവസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് വരുന്ന ഓപ്ഷൻസ് ഏതാണ്? ഫ്ലറിഷിങ്, ഡിസ്ട്രക്റ്റീവ്, എമേർജിങ് ആൻഡ് ഫോർച്യുനേറ്റ്. ഏതായിരിക്കും വരുന്നത്? ഫ്ലറിഷ് ചെയ്യുക എന്ന് പറയുന്നത് പോസിറ്റീവ് മീനിങ് ആണ്. എമേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്നതാണ്, എമർജൻസ്, റൈറ്റ്? അപ്പോൾ അത് വരില്ല. ഫോർച്യുനേറ്റ്, നല്ല കാര്യം. സോ ഡെവസ്റ്റേറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവ് വേർഡാണ്. സോ നമുക്കറിയാം മീനിങ് എന്താണ്? ഡിസ്ട്രക്റ്റീവ്. സോ അതിന് നമ്മൾ സെൻറ്റൻസ് വായിച്ചിട്ടേ ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം എക്സാമിൻ്റെ സമയത്ത് എഴുതാനായിട്ട്. നമുക്ക് എന്തായാലും ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കാം. ഇതൊരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി വരാൻ പോകുന്ന ഏതെങ്കിലുമൊക്കെ എക്സാമിന് ഇത് ചോദിക്കാം. പിന്നെ എറർ കറക്ഷൻ ആയിട്ടോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ, ക്ലോസ് ടെസ്റ്റ് ആയിട്ടോ ഒക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ചു പോകാം. എ വൈഡ് റേഞ്ചിങ് എഫേർട്ട് ഇസ് ബീങ് മെയ്ഡ് ടു സേഫ് ഗാർഡ് ലൈവ്സ് ആൻഡ് ലൈവ്ലിഹുഡ്സ് ബൈ അഡ്രസ്സിംഗ് ദ ഡെവസ്റ്റേറ്റിംഗ് നിയർ ടേം socio-economic, humanitarian and human rights aspects of the crisis with attention to those hit the hardest. So very lengthy statement ആണ്. ഏതോ ഒരു ഡെവസ്റ്റേറ്റിംഗ് ഹ്യൂമാനിറ്റേറിയൻ സോഷ്യോ എക്കണോമിക് കോസിൻ്റെയോ ഹ്യൂമൻ റൈറ്റ്സ് ആസ്പെക്റ്റിൻ്റെയോ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ശരിക്കും ഈ സെൻറ്റൻസിൻ്റെ മീനിങ് നമ്മൾ അറിയേണ്ട ആവശ്യമേ ഇല്ല. കാരണം ആ വേർഡ് ജസ്റ്റ് മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെലക്ട് ദ സിനണിം ഓഫ് ദ വേർഡ് റീപ്രൊഡ്യൂസ് ഫ്രം ദ സെൻറ്റൻസ്. സോ സെൻറ്റൻസ് വായിക്കേണ്ട ആവശ്യമില്ല, ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. സോ റീപ്രൊഡ്യൂസ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനണിം നോക്കണം. റെപ്ലിക്കേറ്റ്, റിയാക്ഷൻ, പ്രൂവ് ആൻഡ് റിസർച്ചസ്. റീപ്രൊഡ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? റെപ്ലിക്കേറ്റ് ചെയ്യുക, കോപ്പി ചെയ്യുക. സോ ദാറ്റ് മീൻസ് റെപ്ലിക്കേറ്റ്. നമ്മുടെ ആൻസർ വരുന്നത് റെപ്ലിക്കേറ്റ് ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. മെനി സയൻറ്റിഫിക് റിസർച്ചേഴ്സ് ഹാവ് പ്രൂവ്ഡ് ദാറ്റ് DNA റെപ്ലിക്കേറ്റ്സ് ഇറ്റ് സെൽഫ്. ഇല്ല, DNA കോപ്പി ചെയ്യുകയാണ്, റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ഇൻ ദ ഹ്യൂമൻ ബോഡി ആൻഡ് ഈസ് ആൻ എൻസൈം ബേസ്ഡ് കാറ്റലിസ്റ്റ് റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനണിം ഓഫ് ദ ഗിവൺ വേർഡ് ഇൻ ദ ഗിവൺ വേർഡ് ഇൻ ബ്രാക്കറ്റ്സ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. സോ ഈ വേർഡ് മോഡറേറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് വരുന്നത് ഏതാണോ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. സസ്റ്റൈനബിൾ, കൺസിഡറബിൾ, റെസ്പെക്റ്റബിൾ, റീസണബിൾ. അപ്പം നമുക്ക് മോഡറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് കൂടുതലല്ല, ബട്ട് ഓക്കെ ആണ് എന്നുള്ളതാണ് മോഡറേറ്റ്. മോഡറേറ്റ് വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എക്സ്ട്രീമിലും പോകുന്നില്ല എന്നുള്ളതാണ് മോഡറേറ്റ് വരുന്നത്. അപ്പം ഇതിൽ നമുക്കൊരു പക്ഷേ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് കൺസിഡറബിൾ അല്ലെങ്കിൽ റീസണബിൾ ആണ്. ശരിക്കും നമുക്ക് ആൻസർ വരുന്നത് ഏതാണ്? റീസണബിൾ ആണ്. കാരണം കൺസിഡറബിൾ എന്ന് പറയുമ്പം കുറച്ച് അധികമാണ്, എക്സസ് ആണ്. അപ്പോൾ റീസണബിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലുമല്ല, എന്നാൽ നന്നാ കുറവുമല്ല. ദാറ്റ് ഈസ് റീസണബിൾ. കൺസിഡറബിൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അധികമാണ്. റീസണബിളിനേക്കാളും കുറച്ചുകൂടി അധികമാണ് കൺസിഡറബിൾ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? റീസണബിൾ. നമുക്കൊന്ന് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ മാത്രമേ സെൻറ്റൻസ് വായിക്കണ്ടൂ. കൺഫ്യൂഷൻ ഒന്നുമില്ല, നമുക്ക് പൂർണ്ണമായിട്ടുമുള്ള ഉറപ്പുണ്ടെങ്കിൽ സെൻറ്റൻസ് വായിക്കാതെ സമയം കളയാതെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കാം. ഹി വാസ് ഓഫേർഡ് എ ഡാഷ് പ്രൈസ് ഫോർ ഹിസ് ബംഗ്ലോ. സോ ബംഗ്ലാവിന് എന്തോ ഒരു പ്രൈസ് കൊടുത്തു എന്നാണ്. അതെന്താണ്? മോഡറേറ്റ് പ്രൈസ് ആണ്. സോ ദാറ്റ് ഈസ് വാട്ട്? റീസണബിൾ പ്രൈസ്. എന്നാൽ കുറവുമല്ല, എന്നാൽ ഒരുപാട് കൂടുതലുമല്ല എന്നുള്ളതാണ് മോഡറേറ്റ്. അഥവാ ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് റീസണബിൾ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനണിം ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. അണ്ടർലൈൻഡ് വേർഡ് ഏതാണ്? വിസ്ഡം ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആവശ്യമില്ല. വിസ്ഡത്തിൻ്റെ മീനിങ് എന്താ വരുന്നത്? ക്ലാരിറ്റി, ഫോളി, ഇൻസൈറ്റ് ആൻഡ് ഇമോഷൻ. ക്ലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്, നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയും. ഫോളി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ബീങ് സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഫോളി എന്ന് പറയുന്നത്. എന്താണ്? ഒരു തെറ്റ്, ഒരു കുറ്റം എന്നുള്ള രീതിയിൽ, സംതിങ് വെരി ബാഡ് എന്നുള്ള അർത്ഥത്തിൽ. അതാണ് ഫോളി, കുറവ്. ഇൻസൈറ്റ് എന്നുള്ളത് എന്താണ്? അകക്കണ്ണാണ്. ഇനി എന്താ വരാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ എന്ത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ആക്ഷൻ എടുത്തുകൊണ്ട് ഫ്യൂച്ചറിൽ എന്ത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇൻസൈറ്റ്. ആ അകക്കണ്ണാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും മാച്ച് ആയിട്ടുള്ളത് ഏതാണ്? വിസ്ഡമിന് മാച്ച് ആയിട്ടുള്ളത് ഇൻസൈറ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഐ ഹാവ് ദസ് ഫാർ സ്കെച്ച്ഡ് ദ ഈവൻറ്റ്സ് ഓഫ് മൈ ലൈഫ് ബട്ട് ഐ ഹാവ് നോട്ട് ഷോൺ ഹൗ മച്ച് ഐ ഹാവ് ഡിപ്പെൻഡഡ് ഓൺ ബുക്സ് not only for pleasure and for the wisdom they bring to all who read, but also for that knowledge which comes to others through their ears.
സോ ഇതാണ് നമ്മൾ സെൻറ്റൻസ്. ഒന്ന് സെൻറ്റൻസ് നോക്കി വെക്കുക, കാരണം നേരത്തെ പറഞ്ഞ പോലെ നാളെ ഇതൊരു ക്വസ്റ്റ്യൻ ആകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി അണ്ടർലൈൻഡ് വേർഡ്. അണ്ടർലൈൻഡ് വേർഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അണ്ടർലൈൻഡ് വേർഡ് ഏതാണ്? ക്ലൗഡ് ബേഴ്സ്റ്റ്. ക്ലൗഡ് ബേഴ്സ്റ്റ് നമുക്കറിയാം എന്താണ്? മേഘവിസ്ഫോടനമാണ് ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നോക്കിയാൽ റെയിൻ സ്റ്റോം, സാൻഡ് സ്റ്റോം, ഫാമിൻ ആൻഡ് സ്നോഫോൾ. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. മേഘവിസ്ഫോടനമാണെങ്കിൽ നല്ല മഴയാണ്, സോ റെയിൻ സ്റ്റോം ആണ് ആൻസർ വരുന്നത്. സാൻഡ് സ്റ്റോം എന്ന് പറയുന്നത് നമുക്കറിയാം മണൽക്കാറ്റാണ്, ശക്തമായ ഒരു മണൽക്കാറ്റാണ് സാൻഡ് സ്റ്റോം എന്ന് പറയുന്നത്. ആൻഡ് ഫാമിൻ എന്ന് പറയുന്നത് എക്സ്ട്രീം ഹങ്കർ ഉള്ള ഒരു കേസാണ്. ഫാമിൻ, ബംഗാൾ ഫാമിൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സോ എക്സ്ട്രീം ഹങ്കർ ഉള്ളൊരു കേസാണ്, സ്കാസിറ്റി ഓഫ് ഫുഡ് ഉള്ളൊരു കേസാണ് ഫാമിൻ എന്ന് പറയുന്നത്. സ്നോഫോൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള മഞ്ഞ് വീഴ്ചയാണ് സ്നോഫോൾ. സോ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കാം. ദ വെദർ ഫോർകാസ്റ്റ് മെൻഷൻഡ് ദാറ്റ് ദെയർ വുഡ് ബി ക്ലൗഡ് ബേഴ്സ്റ്റ് ദിസ് ആഫ്റ്റർനൂൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് വിച്ച് ഇസ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദി അണ്ടർലൈൻഡ് വേർഡ്. അതായത് ഫോളോ എന്ന് പറയുന്ന വേർഡിന് മീനിങ് വരുന്ന ഓപ്ഷൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എമ്യുലേറ്റ്, അഡ്മയർ, ചെറിഷ് ആൻഡ് റിവാർഡ്. സോ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പം അതിൻ്റെ മീനിങ് വരുന്നത് ഏതാണ്? എമ്യുലേറ്റ്. എമ്യുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ കോപ്പി ചെയ്യുക. എന്തിനാണ് കോപ്പി ചെയ്യുന്നത്? ബിക്കോസ് ഹി ഹാസ് അച്ചീവ്ഡ് സംതിങ്, ഹി ഓർ ഷീ ഹാസ് അച്ചീവ്ഡ് സംതിങ്. അയാൾ എന്തോ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്, അപ്പം അതുപോലെ ആവാൻ വേണ്ടി നമ്മൾ പറയാറില്ലേ, അയാളാണ് എൻ്റെ മോഡൽ, ഇന്നാളാണ് എൻ്റെ മോഡൽ എന്നൊക്കെ പറയാറില്ലേ. ദാറ്റ് ഈസ് ബിക്കോസ് യു വോണ്ട് ടു എമ്യുലേറ്റ് ദെയർ ലൈഫ്. അവരുടെ ലൈഫ് പ്രിൻസിപ്പിൾസും നമുക്ക് എമ്യുലേറ്റ് ചെയ്യാനോ അവരെ ഫോളോ ചെയ്യാനോ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എമ്യുലേറ്റ് എന്ന് പറയുന്നത്. കോപ്പി ചെയ്യുക, ഇമിറ്റേറ്റ് ചെയ്യുക, ബിക്കോസ് അവരെന്തോ നേടിയിട്ടുണ്ട്, അതുകൊണ്ട്. സോ വൺ ഷുഡ് ഫോളോ ദി റോൾ മോഡൽസ്. സോ അത് തന്നെയാണ് പിന്നെ സെൻറ്റൻസ് വരുന്നത്. വൺ ഷുഡ് ഫോളോ ദി റോൾ മോഡൽസ് ഇൻ ലൈഫ്, വൺ ഷുഡ് എമ്യുലേറ്റ് ദം എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത സിനോണിം നമുക്ക് നോക്കിയാലോ. എന്താണ് അടുത്ത സിനോണിം? ഡയറക്റ്റ് ആണ്. ഹാപ്ലെസ്. ഹാപ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് ഹാപ്പി, അൺഫോർച്ചുനേറ്റ്, ഫോർച്യൂനേറ്റ്, ഡിസ്റ്റേസ്ഫുൾ. അപ്പോൾ ഇതിൽ ഹാപ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ് ആണ്. നമ്മൾ പറയാറുണ്ട് ഹാപ്ലെസ് വിക്ടിംസ് ഓഫ് ദി ഡിസാസ്റ്റർ. ഹാപ്ലെസ് എന്ന് പറയുമ്പോൾ ഹാപ്ലെസ് വിക്ടിംസ് ഓഫ് ദി ഡിസാസ്റ്റർ അല്ലേ? ആ ഡിസാസ്റ്റർ വന്ന കാരണം വിക്ടിംസ് ദേ ആർ ഹാപ്ലെസ്, ദേ ആർ അൺഫോർച്ചുനേറ്റ്, ദേ ആർ അൺലക്കി. സോ ഹാപ്ലെസ് ഈസ് അൺലക്കി എന്നുള്ള അർത്ഥമാണ്. ഡിസ്റ്റേസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? വോട്ട് യു മീൻ ബൈ ഡിസ്റ്റേസ്ഫുൾ? ഡിസ്റ്റേസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള, ഡിസഗ്രിയബിൾ ആയിട്ടുള്ള, ഡിസ്റ്റേസ്ഫുൾ ജോക്സ് ആൾക്കാർ പറയാറുണ്ട്, വിച്ച് ഇസ് അൺപ്ലസൻറ്റ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അതൊരു ഒരു മോശം പോലെ നമുക്ക് തോന്നാറുണ്ട്. സോ സംതിങ് ഇൻഡീസെൻറ്റ്. സോ അതാണ് ഡിസ്റ്റേസ്ഫുൾ, അൺപ്ലസൻറ്റ്, ഡിസഗ്രിയബിൾ. റൈറ്റ്. ഇനി നമുക്ക് അടുത്ത ഇഡിയം നോക്കാം. ഇഡിയം അല്ല, സിനോണിം നോക്കാം. ബജ്രംഗ് ഈസ് ഇൻ എക്സ്ട്രീം പെയിൻ ഇൻ ഹിസ് ടീത്ത്. സോ ഇൻ എക്സ്ട്രീം പെയിൻ എന്ന് പറയുമ്പോൾ എക്സ്ട്രീം പെയിൻ വരുന്ന സിനോണിമാണ് നമുക്ക് നോക്കേണ്ടത്. എയ്ക്ക്, അഗണി, ഹേർട്ട്, സ്റ്റിങ്. എക്സ്ട്രീം പെയിൻ ആണെങ്കിൽ അതെന്താ വരുന്നത്? അഗണിയാണ്. അഗണിയാണ് എക്സ്ട്രീം പെയിൻ. ഇനി എക്സ്ട്രീം ഹാപ്പിനെസ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? എക്സ്റ്റസി എന്ന് പറയും. സോ എക്സ്റ്റസി എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ഹാപ്പിനെസ് ആണ്. ആൻഡ് എക്സ്ട്രീം പെയിൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അഗണി എന്ന് പറയും. എയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടൂത്ത് ഏക്ക് നമ്മൾ പറയാറില്ലേ, പല്ല് വേദന. സോ എയ്ക്ക് എന്ന് പറയുന്നത് വേദനയാണ്. ഹേർട്ട് അറിയാമല്ലോ, ഹേർട്ട് മുറിവാണ് അല്ലെങ്കിൽ വേദനിക്കുക. ആൻഡ് ദെൻ സ്റ്റിങ് എന്ന് പറയുന്നത് ബി സ്റ്റിങ് ഇല്ലേ, കുത്തുക, ബി വന്ന് കുത്തിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്റ്റിങ്. അപ്പം അതിനെ നമുക്ക് സ്റ്റിങ് എന്ന് പറയാം. എല്ലാം വേദനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, പക്ഷെ പലതും പല രീതിയിലാണ് മീനിങ് വരുന്നത്. അപ്പം എക്സ്ട്രീം പെയിൻ ആണെങ്കിൽ ദാറ്റ് ഈസ് അഗണി. സോ ഇവിടെ എന്താണ്? ബജ്രംഗ് ഈസ് എൻ എക്സ്ട്രീം പെയിൻ ഇൻ ഹിസ് ടീത്ത്. അത് വെറും ഒരു ഏക്കല്ല, എക്സ്ട്രീം പെയിൻ ആണ്, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് അഗണിയാണ്. അടുത്ത സിനോണിം നമുക്ക് നോക്കാം. എന്താണ് വരുന്നത്? അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. അണ്ടർലൈൻഡ് വേർഡ് ഏതാണ്? ഇൻക്ലൈൻഡ്. ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻക്ലിനേഷൻ കാണിക്കുക, ഒരു ടെൻഡൻസി കാണിക്കുക, അതാണ് ഇൻക്ലൈൻഡ്. ഓപ്ഷൻസ് നോക്കിയാലോ. ടെൻഡഡ്, കോൺഫ്ലിക്റ്റഡ്, റെഫ്യൂസ്ഡ്, കൺസ്പയർഡ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ ഉത്തരം ഏകദേശം കിട്ടും. കോൺഫ്ലിക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് കോൺഫ്ലിക്റ്റ് മീൻസ് ഡിസഗ്രിമെൻ്റ് ആണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറയും നമ്മൾ അതുമായിട്ട് എഗ്രി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ദർ ഇസ് ഇൻകൺസിസ്റ്റൻസി. സോ യു ഡിസഗ്രി, ദറ്റ് ഇസ് കോൺഫ്ലിക്റ്റഡ്. കൺസ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺസ്പിറസി, കേട്ടിട്ടില്ല, ഗൂഢാലോചന. സോ കൺസ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ഹാം ചെയ്യാനോ അല്ലെങ്കിൽ അയാൾക്ക് ഉണ്ടാക്കാനുമായിട്ട് ഒന്ന് പ്ലോട്ട് ചെയ്യണം, നമ്മൾ ആലോചിക്കുകയാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കാം എന്നുള്ളത്. സോ അങ്ങനെ ഒരു പ്ലാനെയാണ് നമ്മൾ കോൺസ്പിറസി എന്ന് പറയുന്നത്. സോ കൺസ്പയർ ചെയ്യുന്നത് ടു മേക്ക് എ പ്ലാൻ ടു ഹാം സംബഡി. സോ ദാറ്റ് ഈസ് കൺസ്പയർ, ഗൂഢാലോചന. റെഫ്യൂസ് നമുക്കറിയാവുന്ന വേർഡാണ്.
സോ ഇൻക്ലൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? ടെൻഡൻസി എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് നോക്കിയാൽ ആർതർ ഹാസ് സം സ്ട്രേഞ്ച് ഐഡിയാസ് അല്ലേ, വളരെ ഓഡായിട്ടുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. ബട്ട് ഓൺ ദിസ് ഒക്കേഷൻ ഐ ആം ഇൻക്ലൈൻഡ് ടു അഗ്രി വിത്ത് ഹിം. സോ ഓൺ ദിസ് ഒക്കേഷൻ ഞാൻ അങ്ങോട്ടേക്ക് ചായാനുള്ളൊരു ടെൻഡൻസി കാണിക്കുവാണ്. സോ അതാണ് ഇവിടെ മീനിങ് ആയിട്ട് വരുന്നത്. ഇൻക്ലൈൻഡ് എന്ന് പറയുന്നത് ടെൻഡൻറ്റ്. ഈ ഓപ്ഷൻ നമുക്ക് ഈ വേർഡ് കണ്ടാലും ചിലപ്പം നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ആ വേർഡിൻ്റെ മീനിങ് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും ഓപ്ഷൻസ് നമുക്ക് ഉത്തരം കിട്ടും. പരമാവധി ശ്രമിക്കുക ഈ സെൻറ്റൻസ് വായിക്കാതെ നമുക്ക് ഉത്തരം കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു രീതിയിലും കിട്ടുന്നില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ആ സെൻറ്റൻസ് വായിച്ചിട്ട് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡ്യൂറിങ് ദ വെഡിങ് സെറിമണി ദ ബ്രൈഡ് സീംഡ് ഈവൻ ക്വയറ്റർ ആൻഡ് മോർ ഡിഫിഡൻറ്റ് ദാൻ യൂഷ്വൽ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിഫിഡൻറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ആണ്. ഓപ്ഷൻസ് നോക്കിയാൽ ഷോയിങ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ബോൾഡ് ഇൻ അതേഴ്സ് കമ്പനി, ഗിവിങ് എ ഫോൾസ് ഓർ മിസ്ലീഡിങ് ഇംപ്രഷൻ, ഷൈ ഡ്യൂ ടു ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഡിഫിഡൻറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തന്നെ ഷൈ എന്നുള്ളതാണ്. അത് സെൻറ്റൻസ് വായിക്കാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സെൻറ്റൻസ് വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡിഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഷൈ ആണ്. സോ ഡിഫിഡൻറ്റ് ഇസ് ഷൈ ഡ്യൂ ടു ലാക്ക് ഓഫ് കോൺഫിഡൻസ്. എക്സാക്റ്റ് മീനിങ് ആണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. ഇനി ഒരു രീതിയിലും മനസ്സിലായില്ല എങ്കിൽ നമുക്കിത് വായിക്കാവുന്നതാണ്. അങ്ങനെ ഏകദേശം കണ്ടുപിടിക്കാം. പക്ഷേ ഇതെല്ലാം ഒരു സമയം പോകുന്നൊരു പ്രോസസ്സാണ്. നമ്മൾ എത്രത്തോളം സമയം ഇംഗ്ലീഷിൽ ലാഭിക്കുന്നു അത്രത്തോളം സമയം നമുക്ക് റീസണിങ്ങിലും മാത്സിലും കിട്ടുമെന്നുള്ളതാണ്. കാരണം റീസണിങ്ങിലും മാത്സിലും കുറച്ച് അധികം സമയം നമുക്ക് വേണം. ഇംഗ്ലീഷിൽ വളരെ കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ ഈ വേർഡ്സ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ. ലെറ്റ് us see the നെക്സ്റ്റ് സിനോണിം. നെക്സ്റ്റ് സിനോണിം എന്താണ്? ടെർമഗൻറ്റ്. ടെർമഗൻറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെർമഗൻറ്റിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കിയാലോ. വൺ ഹൂ സ്പീക്സ് മെനി ലാംഗ്വേജ്, അതല്ല നമുക്കറിയാം അല്ലേ. വൺ ഹൂ സ്പീക്സ് മെനി ലാംഗ്വേജസ് ആണെങ്കിൽ അത് പോളിഗ്ലോട്ട് എന്നുള്ളതാണ്. ദെൻ ഓവർ സ്ക്രൂപ്പുലസ് അബൌട്ട് മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പറയുന്നത് ഫെസ്റ്റീഡിയസ് എന്നാണ്. ഫെസ്റ്റീഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ദാറ്റ് ഈസ് ഇൻ എ ഫെസ്റ്റീഡിയസ്. ആൻഡ് ദെൻ എ മാഗ്നറ്റ് വിത്ത് എ സ്ട്രോങ് പോളാരിറ്റി, അപ്പോൾ അതുമല്ല. ദെൻ എ വയലൻറ്റ് ഓവർ ബിയറിംഗ് ടർബുലൻറ്റ് ബ്രോളിംഗ് quarrelsome woman, a lot of adjectives അല്ലേ. ഇതാണ് ആൻസർ വരുന്നത്. വയലൻ്റ് ആണ്. ഓവർ ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സുപ്പീരിയോറിറ്റി ഫീലിംഗ് കാണിക്കുന്നതാണ് ഓവർ ബെയറിംഗ്. ബേസിക്കലി ഡൊമീനിയറിംഗ് ആണ്. മറ്റുള്ളവരോട് പറയാണ് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ അറഗൻറ്റ് വേയിൽ പറയുന്നതാണ്. ദാറ്റ് ഈസ് ഡൊമീനിയറിംഗ്, ഓവർ ബെയറിംഗ്. ആൻഡ് ദെൻ ടർബുലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെരി റെസ്റ്റ്ലെസ്, ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ടർബുലൻറ്റ് എന്ന് പറയുന്നത്. ടർബുലൻറ്റ് ഓഷൻ, ടർബുലൻറ്റ് വേവ്സ് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അതായത് ഒരിക്കലും റെസ്റ്റിൽ നിൽക്കുന്നില്ല, സ്ഥിരമായിട്ട് ഇങ്ങനെ ചാടി നിൽക്കുകയാണ്. ദാറ്റ് ഇസ് ടർബുലൻറ്റ്. ആൻഡ് ദെൻ ബ്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വാറൽസം ആണ്, അടിപിടി കൂടുക. ദാറ്റ് ഇസ് ഇൻ എ ബ്രോളിംഗ്. അതും പ്രത്യേകിച്ച് ഇൻ എ നോയ്സി വെരി ഹാഷ് മാനറിൽ വളരെ ശബ്ദം ഉയർത്തി ഒക്കെ സംസാരിച്ച് ക്വാറൽ ചെയ്യുന്നതാണ് ബ്രോളിംഗ് എന്ന് പറയുന്നത്. ക്വാറൽസം ആ വേർഡിൻ്റെ മീനിങ് തന്നെ ക്വാറൽ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വുമണിനെ നമ്മൾ പറയുന്ന വൺ വേർഡാണ് ടെർമഗൻറ്റ് എന്ന് പറയുന്നത്. റൈറ്റ്, സോ ദാറ്റ് ഇസ് ദി മീനിങ്. നെക്സ്റ്റ് വൺ എന്താണ്? റിറ്റാലിയേഷൻ. നമുക്കറിയാം റിറ്റാലിയേഷൻ തിരിച്ചടിക്കുക അല്ലേ. ഓപ്ഷൻസ് നോക്കിയാൽ റിവെഞ്ച്, ഔട്ട്കം, റിയലൈസേഷൻ, പാമ്പർ. ഏതായിരിക്കും ആൻസർ വരുന്നത്? റിവെഞ്ച്, തിരിച്ചടിക്കുക. സോ ഓപ്ഷൻസ് നോക്കിയാൽ സെൻറ്റൻസ് നോക്കാം. വി ഹാവ് ഓൾവേസ് ബീൻ ടോൾഡ് റിറ്റാലിയേഷൻ ഇസ് നോട്ട് ദ കീ ടു റിസോൾവിങ് പ്രോബ്ലംസ്. സോ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് തിരിച്ചടിച്ചിട്ടല്ല. ഓക്കെ, നൗ പാമ്പർ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? പാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്പോയിൽ ചെയ്യുക. നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ യു ഗെറ്റ് പാമ്പേർഡ് ബൈ യുവർ പേരൻസ് അല്ലേ. ഹോസ്റ്റലിൽ കഷ്ടപ്പെട്ട് താമസിക്കുന്നതല്ലേ, അപ്പം ഒന്നും ചെയ്യിക്കണ്ട, അവിടെ ഉറങ്ങട്ടെ എന്നൊക്കെ വിചാരിക്കുവാണെങ്കിൽ യു ഗെറ്റ് പാമ്പേർഡ്, യു ഗെറ്റ് സ്പോയിൽഡ്. അതാണ് പാമ്പർ എന്ന് പറയുന്നത്. സോ ഇതിനെ ഒരു രീതിയിൽ നമ്മളെ പാമ്പർ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് നമ്മളെ സ്പോയിൽ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് പാമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെഷനിലെ ലാസ്റ്റ് സിനോണിംസിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് വേർഡ്? ഹരാങ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയൻ, ബ്രേക്കർ ഓഫ് ഐഡൽസ്, ദെൻ എയർപ്ലെയിൻ ഷെഡ്, എ ലെങ്തി ആൻഡ് അഗ്രസീവ് സ്പീച്ച്. സോ ഹരാങ് എന്ന് പറയുന്നത് ലെങ്തി ആണ്, വളരെ അഗ്രസീവ് ആയിട്ടുള്ളൊരു സ്പീച്ചിനെയാണ് നമ്മൾ ഹരാങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടൈറേഡ് എന്നും നമുക്ക് പറയാം. ടൈറേഡ് എന്ന് പറഞ്ഞാൽ അബ്യൂസീവ് ആണ്, മറ്റൊരാളെ കുറ്റം പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരു ലെങ്തി അഗ്രസീവ് സ്പീച്ചും
ടൈറോയിഡ് ആണ്. സോ ദാറ്റ് ഈസ് ഹരാങ് അല്ലെങ്കിൽ ടൈറോയിഡ് കൊടുക്കാവുന്നതാണ്. സോ ടൈറോയിഡ് എന്ന് പറയുന്ന വേർഡും കൂടി പഠിച്ചു വെക്കുക. സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയൻ എന്ന് പറയുന്നത് എന്താണ്? മാർട്ടിനെറ്റ് ആണ് സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയൻ. എല്ലാവരും എന്നെ ഒബേ ചെയ്യണം എന്നുള്ളതാണ് മാർട്ടിനെറ്റ്. സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയൻ ആണ്. ആൻഡ് ബ്രേക്കൺ ഓഫ് ഐഡൽസ് എന്ന് പറയുന്നത് ഐക്കണോക്ലാസ്റ്റ്. ആൻഡ് എയർപ്ലെയിൻ ഷെഡ് അതെന്താണ്? ഹാങ്ങർ ആണ് എയർപ്ലെയിൻ ഷെഡ്. അതിൻ്റെ സ്പെല്ലിംഗ് നോക്കുക, HANGAR ആണ്. നമ്മൾ ഷർട്ടും തുണിയൊക്കെ കൊളുത്തി വെക്കുന്നതും ഹാങ്ങർ തന്നെയാണ്, പക്ഷെ അതിൻ്റെ സ്പെല്ലിംഗ് വ്യത്യാസമാണ്. അത് GER ആണ്, ഇത് GAR ആണ് ഹാങ്ങർ എന്ന് പറയുന്നത്. ഈ സെഷനോടെ CGL 2023 സിനണിംസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് ഡിസ്കഷൻ ആയിരുന്നു. നമ്മൾ ഏകദേശം 87 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 87 വേർഡ്സ് അല്ല, 87 കൂടുതൽ വേർഡ്സ്, മോർ ദാൻ 150 വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കാണും. അപ്പോൾ അത്രയും വേർഡ്സ് ഒന്ന് പഠിച്ചു വയ്ക്കുക, കാരണം അത് ഇനി റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴും SSCയുടെ എക്സാംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പറ്റീഷനാണ്. എല്ലാ വേർഡ്സും നേരത്തെ SSC തന്നെ ചോദിച്ച വേർഡ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 2023 വന്നിരിക്കുന്ന വേർഡ്സ് നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്